ചോദ്യം നമ്പർ 95 ശ്രീ അരുൺകുമാർ, ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി. ടൂറിസം മേഖലയിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ പ്രവർത്തനങ്ങളും കൂടി വിലയിരുത്തിയാണ് ടൂറിസം പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത്. കാലാനുസൃതമായ മാറ്റങ്ങളും ടൂറിസം മേഖലയിലെ ആവശ്യങ്ങളും അനുസരിച്ച് ടൂറിസം നയം രൂപപ്പെടുത്തുന്ന കാര്യം സർക്കാർ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ടൂറിസം വകുപ്പുമായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ധാരണാപത്രം ഒപ്പുവച്ചിട്ടുണ്ട്. ആയതുപ്രകാരം കാരവൻ പാർക്ക്, സ്റ്റാർട്ടപ്പ് ബോർഡ് പദ്ധതി, ടോയ്ലറ്റ് മോഡൽ, പരിസ്ഥിതി സൗഹൃദ ശുചിത്വ സംവിധാനം തുടങ്ങിയ പദ്ധതികൾ ഉൾപ്പെടുന്നു. എന്നാൽ നാളിതുവരെ സ്റ്റാർട്ടപ്പ് മിഷനുമായി ബന്ധപ്പെട്ട മേൽ പദ്ധതികളൊന്നും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. സാർ, അതോടൊപ്പം ടൂറിസം കേന്ദ്രങ്ങൾ വളർത്തിയെടുക്കൽ, എല്ലാവർക്കും എത്തിച്ചേരാവുന്ന, എല്ലാവർക്കും ഉൾക്കൊള്ളുന്നതുമായ ടൂറിസം കേന്ദ്രം രൂപപ്പെടുത്തൽ, അതുകൊണ്ട് ഞാൻ സമയക്കുറവ് കൊണ്ട് ഡീറ്റെയിൽഡായിട്ട് അത് വായിക്കുന്നില്ല. സസ്റ്റൈനബിൾ ആയ സുസ്ഥിര സമ്പ്രദായത്തിന് ഊന്നൽ നൽകിയിട്ടുള്ള ഒരു നയമായിരിക്കും ഈ സർക്കാർ ആവിഷ്കരിക്കുന്നത്. ശ്രീ എം എസ് അരുൺകുമാർ. സാർ, ആലപ്പുഴ പേര് പോലെ തന്നെ പുഴകളും കായലും ഒക്കെ ഒരുപാടുള്ളതാണ്. ഈ കായൽ ടൂറിസത്തിൻ്റെയും അതോടൊപ്പം തന്നെ പുഴകളെയും ടൂറിസത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരാൻ കഴിയുന്ന നിലയിൽ ഒരു കായൽ ടൂറിസത്തിൻ്റെ ഹബ്ബാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ളതാണ് മിനിസ്റ്റർ. സർ, നമുക്ക് ഈ ലോക ടൂറിസത്തിൽ വളരെ മുൻകൈ എടുക്കാൻ കഴിയുന്നൊരു മേഖല തന്നെയാണ് ഈ ബാക്ക് വാട്ടർ ടൂറിസം. അതിൽ ആലപ്പുഴയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് നിർവഹിക്കാൻ കഴിയുന്നതാണ്. നിലവിൽ തന്നെ ആലപ്പുഴ നമ്മുടെ ടൂറിസത്തിൻ്റെ കാര്യത്തിൽ വളരെ മുന്നിലുള്ള ഒരു ജില്ലയാണ്. തീർച്ചയായും അങ്ങ് ഉന്നയിച്ച ചോദ്യം വളരെ ഗൗരവമായി ഉൾക്കൊണ്ടുകൊണ്ട് ബാക്ക് വാട്ടർ ടൂറിസത്തിന് മുൻഗണന കൊടുക്കുന്ന പദ്ധതികൾ നമ്മുടെ ടൂറിസം നയത്തിലുണ്ടാകും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ടൂറിസം ഡെസ്റ്റിനേഷൻ ചലഞ്ച് എന്ന പദ്ധതി ഉണ്ടായിരുന്നു. എൻ്റെ മണ്ഡലത്തിൽ തന്നെ ഇരപ്പമ്പാറ ടൂറിസം പദ്ധതി അങ്ങേക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. അതിനോടൊപ്പം തന്നെയാണ് വയ്യാങ്കര ടൂറിസം, 110 ഏക്കറോളം പറന്ന് നടക്കുന്ന ഒരു ചിറയാണ്. അത് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ വർക്കുണ്ട്. വള്ളികുന്നം ചിറ ടൂറിസം പദ്ധതിയുണ്ട്. ഇപ്പോൾ ഈ ടൂറിസം ഡെസ്റ്റിനേഷൻ എന്നുള്ള സംവിധാനം ഇപ്പം മാവേലിക്കര അങ്ങ് ഒരുപാട് തവണ വന്നിട്ടുണ്ടാണ്. മണ്ഡപത്തുംകടവ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. ചെമ്പൂരാറിനോട് തീരുന്നത് തന്നെ, തൊട്ടപ്പുറത്ത് പമ്പയാർ. ഇപ്പോൾ ഈ ടൂറിസം ഡെസ്റ്റിനേഷൻ ചലഞ്ച് എന്നുള്ള നിലയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനം ഉണ്ടാകും. ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും എന്ന കാര്യം സഭയെ അറിയിക്കുക. ചോദ്യോത്തര സമയം അവസാനിച്ചു.